ട്രേഡേഴ്സ് മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ചാനലിനകത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ ഓപ്ഷൻ ബയേഴ്സിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ ബൈ സ്ട്രാറ്റജി, അതായത് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഓപ്പണിങ്ങിൽ സിമ്പിളായിട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു സ്ട്രാറ്റജി വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുകൂടാതെ ആ സ്ട്രാറ്റജി വെച്ചിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ അത് ഓപ്പണിങ്ങിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതും കൂടെ ഞാൻ അതിനെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം ദയവായിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി വീഡിയോ കാണുക. പ്ലസ് ആ സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസും കൂടെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി പല സിനാരിയോസിൽ പല ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു അത് ട്രിഗർ ആയെന്നുള്ളത് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ദയവായിട്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ സ്ട്രാറ്റജി വീഡിയോ പ്ലസ് ആ ദിവസങ്ങളിലെ, അതായത് ആ സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെയും കൂടെ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പം ഇന്നും അതുപോലെ ഒരു ദിവസമായിരുന്നു. ഇന്നും ഏപ്രിൽ 23 ബുധനാഴ്ച ദിവസം. അപ്പം നാളെ മന്ത്ലി എക്സ്പയറി ആണ് ഏപ്രിലെ. അപ്പം ഇന്ന് നമ്മൾ ഓപ്പണിങ്ങിൽ നമുക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഡൗൺ ആണ്, അതായത് ഇന്ന് നമ്മൾ പുട്ട് സൈഡിലാണ് എൻട്രി എടുത്തത്. അപ്പം നമ്മൾ ഇത്രയും ദിവസം ഞാൻ ചെയ്തതെല്ലാം തന്നെ കോൾ സൈഡിലോട്ടുള്ള എൻട്രി എടുക്കുന്നതായിരുന്നു ഞാൻ ചെയ്തിരുന്നതെല്ലാം. അപ്പം ഇന്ന് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് ഇന്ന് ഏകദേശം ഒരു 230 പോയിന്റോളം നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഒരു അതായത് ഇതിപ്പോൾ നമ്മൾ 5 മിനിറ്റ് ചാർട്ടാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ഇപ്പം നമ്മൾ 1 മിനിറ്റിൽ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും 1 മിനിറ്റിൽ തന്നെ നമ്മൾ ചാർട്ട് കീപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഒന്നെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ നമുക്ക് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കണം. അല്ലെങ്കിൽ 1 മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻസൈഡ് ബാർ ഇല്ല എങ്കിൽ നമ്മൾ 5 മിനിറ്റിലോട്ട് മാറ്റുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നോക്കണം അടുത്ത സബ്സീക്വന്റ് ക്യാൻഡലുകൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിനകത്താണ് ഫോം ചെയ്യുന്നുള്ളത്. അപ്പം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് അവിടെ നടക്കുന്നില്ല എങ്കിൽ, ഫോം ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി നമ്മൾ വിട്ടേക്കുക. അപ്പം ഇന്ന് ഏപ്രിൽ 23 ബുധനാഴ്ച ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അപ്പം നമ്മൾ 1 മിനിറ്റിലോട്ട് നമുക്ക് മാറ്റാം ഈ ചാർട്ടിനെ. അപ്പം നിങ്ങളിവിടെ 1 മിനിറ്റിലോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും കൂടെ കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓപ്പണിങ്ങിൽ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ 220ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഓപ്പണിംഗ് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡൽ എന്ന് പറയുന്നത് ഒരു റെഡ് ക്യാൻഡൽ ആയിരുന്നു, ഒരു സെല്ലിംഗ് വന്നു. ഇത്രയും ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് വന്നു. അപ്പം ഞാൻ ഇന്ന് പുട്ട് സൈഡിലോട്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ വെച്ചാൽ അപ്പം ഇന്ന് പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കഴിഞ്ഞ 5-6 ദിവസമായിട്ട് തുടർച്ചയായിട്ട് അപ് ട്രെൻഡിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു കറക്ഷൻ പരിപാലിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും അങ്ങനെ മേലോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൂടാതെ ഇന്ന് പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാനുള്ള ഒരു കാരണവും കൂടെ മറ്റൊന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഇന്നലത്തെ ഹൈ, അതായത് PDH പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പം ഇതുകൊണ്ടായിരുന്നു ഞാൻ ഇന്ന് കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഇന്ന് ഓപ്പണിങ്ങിൽ ഒരു ഫോൾ ഉണ്ടാവും നിഫ്റ്റിയിൽ. അപ്പം അതുകൊണ്ട് ഇന്ന് പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാമെന്നുള്ളൊരു കൺവിക്ഷൻ കിട്ടിയത്. ഇതിന്റെ കാരണം നിഫ്റ്റിയുടെ ചാർട്ട് കൊണ്ടല്ല, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡൽ, ഒരു റെഡ് ക്യാൻഡൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് PDHനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആണ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം സബ്സീക്വന്റ് ക്യാൻഡലുകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ 1 മിനിറ്റ് ക്യാൻഡൽ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ക്യാൻഡലുകളെല്ലാം തന്നെ വീണ്ടും ഒരു ചെറിയൊരു റൈസ് അവിടെ കാണിച്ചു, അതായത് ഒരു റിക്കവറി കാണിച്ചു. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡൽ ഒരു സെല്ലിങ് വന്നെങ്കിലും വീണ്ടും സബ്സീക്വന്റ് ആയിട്ടുള്ള 1 മിനിറ്റ് ക്യാൻഡലുകൾക്കെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്, അതായത് ഒരു ചെറിയൊരു റിക്കവറി. അപ്പം ഈ ഒരു റിക്കവറിയിലാണ് ഞാൻ, അതായത് ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഇവിടെ ഒരു പുട്ട് സൈഡിലോട്ട് എൻട്രി എടുത്തത്. പക്ഷേ ഇപ്പം ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഇത് 24,000 പുട്ടിന്റെ പിയുടെ ചാർട്ടാണ്.
അപ്പം മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്ത് ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈഡ് അവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഇവിടെ നോക്കി, ഇവിടെ എനിക്ക് ഞാൻ 24,000 പിയുടെ ചാർട്ടിൽ എനിക്ക് ഒരു ചെറിയ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് തോന്നി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഒരു ഒറ്റ ലോട്ട് പുട്ട് മേടിച്ചു, 24,000 പിയുടെ പുട്ട് മേടിച്ചു. അതിനുശേഷം ഞാനത് 20 രൂപയ്ക്ക് ഞാൻ കവർ ചെയ്തു. പക്ഷെ അതിനുശേഷം എനിക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് ഈ സെയിം ലെവൽ വന്നപ്പോഴത്തേനും ഇവിടെ വീണ്ടും ഒന്നുകൂടെ സപ്പോർട്ട് എടുത്തു. പക്ഷെ ഞാനത് ആദ്യത്തെ ഒരു എൻട്രി ഒരു ട്രേഡ് ലോ പ്രോഫിറ്റ് ആയിരുന്നത് കൊണ്ടും പിന്നെ ഞാൻ വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എൻട്രി എടുത്തില്ല. പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വീണ്ടും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്, അതായത് പ്രീമിയം ചാർട്ടിനകത്ത് അതായത് ആ ഒരു റിക്കവറി നടന്ന ആ ഒരു പ്രൈസിന്റെ റിക്കവറി നടന്ന ആ സെയിം ലെവൽ വന്നപ്പോൾ നമ്മുടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രിയും കൂടെ ചെറിയ, അതായത് ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ, നമുക്ക് പോക്കറ്റിന് താങ്ങാൻ പറ്റുന്ന ചെറിയ എസ് എൽ ഇട്ടുകൊണ്ട്, അതായത് 2-3 രൂപ മാക്സിമം അല്ലെങ്കിൽ 5 രൂപ മാക്സിമം എസ് എൽ ഇട്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 12 രൂപയ്ക്ക് മേടിച്ചിരുന്നെങ്കിൽ അത് ഏകദേശം 30 രൂപയ്ക്ക് കവർ ചെയ്യായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായതൊന്നും കുഴപ്പമില്ല, പോട്ടെ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ട്രേഡിങ്ങിൽ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എൻട്രികൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ടാണോ ഒരു ലോജിക്ക് വെച്ചിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അത് ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രാജുവലി ആണ് നമ്മുടെ ടാർജറ്റുകൾ കൂടുതലും നമുക്ക് ടാർജറ്റുകൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റി നമുക്ക് രണ്ടാമത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ഒരു ട്രേഡിങ്ങിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ എൻട്രികൾ നമുക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്ന ലെവലിലോട്ട് നമ്മൾ വരണം. അപ്പം ഇന്ന് നമുക്ക് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് വെച്ചിട്ട് ഞാൻ ഈ ഒരു സമയത്താണ് ഞാൻ പുട്ട് മേടിച്ചത്. അതിനുശേഷം വീണ്ടും ആ സെയിം ലെവലിലോട്ട് മാർക്കറ്റ് വന്നപ്പോഴത്തേനും നിങ്ങളിവിടെ കാണാൻ പറ്റും, അതായത് ഏകദേശം 9:47 9:46-47 മിനിറ്റ് ആയപ്പോഴത്തേനും പ്രീമിയം ചാർട്ടിൽ നിന്ന് കൂടെ കാണാൻ പറ്റും, അതായത് 9:46-47 സമയം ആയപ്പോഴത്തേനും ഇതുണ്ടോ ഇവിടെ പ്രീമിയം, അതായത് പ്രൈസ് എക്സാക്ട്ലി ഞാൻ ആ 9:27 സമയമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ മേടിച്ച ആ സെയിം ലെവലിൽ സപ്പോർട്ട് നിൽക്കുകയാണ്. അതായത് വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന്, അതായത് പുട്ടിന്റെ പ്രൈസ് ഇവിടെ നിന്ന് കയറാനുള്ള സാധ്യത, അതായത് നമുക്ക് ഇവിടെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി നമുക്ക് 3-4 രൂപ നമ്മൾ എസ് എൽ ഇട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലായിരുന്നു. അപ്പം നിങ്ങളും ഈ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതിന് മൾട്ടിപ്പിൾ വീഡിയോസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാനപ്പം ആ വീഡിയോ ഇപ്പൊ ജസ്റ്റ് അതിന്റെ റൂൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് എടുത്തിരിക്കുന്നത് പുട്ട് സൈഡ് ആണ്. അപ്പൊ നമ്മള് പ്രീമിയം ചാർട്ടിൽ നമുക്ക് ഇൻസൈഡ് ബാർ, ഇവിടെ നമുക്ക് പ്രീമിയം ചാർട്ടിനകത്ത് നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ, ഇത് 1 മിനിറ്റ് ചാർട്ടാണ്, 24,000 പിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. അപ്പം നമുക്ക് സ്പോട്ട് ചാർട്ടിലും നമുക്ക് ഇൻസൈഡ് ബാർ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് പ്രീമിയം ചാർട്ടിൽ നമുക്ക് ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ ഉണ്ട്. അതായത് ആദ്യത്തെ 1 മിനിറ്റിന് ശേഷമുള്ള സബ്സീക്വന്റ് ക്യാൻഡിലുകളെല്ലാം തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിനകത്താണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ എൻട്രി എവിടെ എടുക്കേണ്ടത്, നമുക്ക് എൻട്രി എടുക്കേണ്ട ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയം ചാർട്ടിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ലോയിൽ, ഈ ലോയിൽ നമുക്ക് ഈ ലോയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തതിനു ശേഷം, അതായത് ഞാൻ പറയുന്നത് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും അതിന്റെ ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്, അതായത് ആദ്യത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇൻസൈഡ് ബാറിന്റെ ലോയിലായിരിക്കണം. കാരണം ഇവിടെയാണ് നമുക്ക് ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന ഒരു സ്ഥലം. ഇതിനിടയ്ക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു എസ് എൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എസ് എൽ ഇടും, കാരണം വെച്ചാൽ നമ്മുടെ എസ് എൽ ബിഗ് ആവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇൻ ബിറ്റ്വീൻ ഈ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡൽ അകത്ത് ഒരിക്കലും നമുക്ക് ഇടയ്ക്ക് മിഡിലായിട്ടൊന്നും ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കുകയോ ചെയ്യരുത്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഓപ്പൺ ക്യാൻഡലിന്റെ ലോയുടെ അടുത്തും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എൻട്രി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുന്നതാണ് അന്നേരം ചാടിക്കരോട് എൻട്രി എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതായത് നമുക്ക് ഓപ്പൺ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തതിനു ശേഷം അതിന്റെ റീടെസ്റ്റിൽ, സപ്പോസ് ഇപ്പൊ നിങ്ങളിപ്പം ഇതൊരു റീടെസ്റ്റ്, അതായത് ഏറ്റവും നല്ല റീടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി റീടെസ്റ്റ്. അപ്പം ഈ ഒരു റീടെസ്റ്റ് അത്ര ഹെൽത്തി റീടെസ്റ്റ് അല്ല.
അതായത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം ഇവിടെ വീണ്ടും ഇത് സപ്പോർട്ട് എടുക്കുന്നുള്ള നമുക്ക് ഉറപ്പില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ച് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും വേണമെങ്കിൽ ഒരു ചെറിയ എസ് എൽ, അതായത് അവിടെ മസ്റ്റായിട്ട് നിങ്ങൾ ചെറിയ എസ് എൽ ഇട്ടുകൊണ്ട് മാത്രമേ നിങ്ങളിപ്പം ഈ ഒരു സമയത്ത് എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ മിസ്സായാൽ പോലും നമുക്ക് വീണ്ടും ഈ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു, വീണ്ടും മാർക്കറ്റ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തന്നു. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10:31 സമയമായപ്പോഴത്തേനും മാർക്കറ്റ് വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അതായത് ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റ്. അപ്പം നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഇൻസൈഡ് ബാറിന്റെ ലോയിലായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. ആ ലോയിൽ എൻട്രി എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് എൻട്രി എടുക്കരുത്. പിന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ നമുക്ക് 2 എൻട്രി പോയിന്റ്സേ ഉള്ളൂ. ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് 2 എൻട്രി പോയിന്റേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് അത് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും പ്രീമിയം ചാർട്ടിൽ 1 മിനിറ്റ് ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റ് ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ ലോയില് ഇനിയിപ്പോ ആ ലോയിൽ എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് എൻട്രി ഇല്ല. പിന്നെ അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റ്. അപ്പൊ ഇതാണ് അടുത്ത എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു 10:30. ഈ 10:30 സമയമായപ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ചാർട്ടിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അതായത് 10:30 ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്. 10:30 ആയപ്പോഴത്തേനും ഇവിടെ സംഭവിച്ചത്, അതായത് നിഫ്റ്റി പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റ് നടത്തി. അപ്പം ഇത് നമുക്കൊരു നമുക്കൊരു നല്ലൊരു കൺവിക്ഷൻ തരുന്ന ഒരു ലെവലാണ്. അതായത് എപ്പോഴും PDH, അതായത് നമുക്കറിയാം PDH എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കൺവിൻസിംഗ് ആയിട്ട് PDHനെയും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ തന്നെ ബാങ്ക് നിഫ്റ്റി അതിന്റെ PDH ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കൺവിക്ഷനിലാണ് ഞാൻ ഇന്ന് മോർണിംഗിൽ പുട്ട് സൈഡ് പിടിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ബാങ്ക് നിഫ്റ്റിയും ഒരു സപ്പോർട്ടിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പുട്ട് സൈഡിലോട്ടല്ല നമ്മൾ എൻട്രി എടുക്കുന്നത്. ഞാൻ നേരത്തെ ഉള്ള കോൾ സൈഡിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുള്ള ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കോൾ സൈഡിൽ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടിലായിരിക്കണം നിൽക്കുന്നത്. നമ്മൾ പുട്ടിൽ എൻട്രി എടുക്കുന്നപ്പോഴായിരിക്കും നമ്മൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുട്ട് സൈഡിലോട്ട് നമ്മൾ മാറും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ കോളാണോ പുട്ടാണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് എവിടെയാണ് സപ്പോർട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കും. അപ്പൊ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കുമ്പോഴത്തേനും അതിന്റെ ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ അതായത് ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് കോൾ സൈഡിലോട്ട്. ഇവിടെ നേരെ തിരിച്ച്, അതായത് പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കുന്നത് ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ ഓപ്പണിംഗ് ക്യാൻഡൽ ഹൈലോ എവിടെയാ, ഈ രണ്ടിടത്താണ് നമ്മൾ പുട്ട് മേടിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഈ ഇപ്പൊ 2 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക്. ഇന്നിപ്പോ 3 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇൻസൈഡ് ബാർ നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. അതായത് ഒന്ന് ഞാൻ പറഞ്ഞു 9:27 സമയത്ത്, ആ സമയത്ത് മിസ്സായെങ്കിൽ പിന്നെ അടുത്ത സമയം എന്ന് പറഞ്ഞാൽ 9:50 സമയമായപ്പോഴത്തേനും നമുക്ക് വീണ്ടും, അതായത് ഈ ഒരു നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈഡ് അടുത്തോട്ട് വീണ്ടും വന്നപ്പോഴത്തേനും, അതായത് ഇതാണ് ആ സമയം. അപ്പം ഒന്നെങ്കിൽ ഇവിടെയായിരുന്നു, അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈഡ് അടുത്ത് വന്നപ്പോഴത്തേനും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിങ്ങൾക്ക് മിസ്സായിരുന്നെങ്കിൽ വീണ്ടും ഇത് മേളിലോട്ട് കയറി വന്ന് വീണ്ടും ഇതിനടുത്ത് എത്തിയപ്പോഴത്തേനും വീണ്ടും സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. ഇനിയിപ്പോ ഈ 1ഉം 2ഉം ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മിസ്സായെങ്കിൽ പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് PDH എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ഇവിടെ ഈ റീടെസ്റ്റ് നടന്ന സമയത്ത്, അതായത് 10:32. അപ്പൊ നമ്മൾ പ്രീമിയം ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ 9:28 അല്ലെങ്കിൽ 9:49 50 സമയം, പിന്നെ ഈ പറയുന്ന 10:30. അപ്പം ഈ 3 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഇന്ന് പുട്ട് സൈഡിലോട്ട് ഇന്ന് നിഫ്റ്റിയിൽ ഈ പറയുന്ന ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഡൗൺ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്ന എൻട്രികൾ. അപ്പം അതുകൊണ്ട് നിങ്ങളും ഈ പറയുന്ന സ്ട്രാറ്റജി വീഡിയോസ് ദയവായിട്ട് ഇത് ഫുള്ള് നിങ്ങൾ കാണണം. അതായത് ഞാൻ ആ സ്ട്രാറ്റജി വീഡിയോസ് പ്ലസ് ഇന്നത്തെ ദിവസം ഈ ട്രിഗർ ആയിട്ടുള്ള എൻട്രി, ഈ ഒരു സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെ പോലെ തന്നെ അനേക ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി ട്രിഗർ ആയിട്ട് ദിവസങ്ങളിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പല ദിവസങ്ങളിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ സ്ട്രാറ്റജി, സിമ്പിൾ സ്ട്രാറ്റജിയാണ്, വളരെ എല്ലാവർക്കും, അതായത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.